ബെൽ ഓർക്കിഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്ക് പുതിയ പ്ലാന്റുകളൊക്കെ വന്നിട്ടുണ്ട്. ഫ്ലവറിംഗ് പ്ലാന്റുകളാണ് നമ്മൾക്കിപ്പോൾ വന്നിരിക്കുന്നത്. നമ്മൾക്ക് നഴ്സറിയിൽ 110 രൂപ മുതലുള്ള പ്ലാന്റുകൾ നമ്മൾക്കിവിടെ അവൈലബിൾ ആണ്. കൂടുതൽ റേറ്റ് വരുന്നത് 350 രൂപയുടെ പ്ലാന്റുകൾ വരെയാണ്. ഡെൻഡ്രോബിയത്തിൻ്റെ എല്ലാ പ്ലാന്റുകൾക്കും ഫ്ലവറിംഗ് പ്ലാന്റുകൾക്ക് നമ്മൾ 350 രൂപയാണ് നമ്മൾ നോർമൽ പ്ലാന്റുകൾക്ക് വാങ്ങിക്കുന്നത്. നമുക്ക് പ്ലാന്റുകളൊക്കെ ഒന്ന് കാണാം. എല്ലാ പ്ലാന്റുകളും നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഫ്ലവർ തരും. അത് ചിലപ്പോൾ കുറച്ച് വലുതായിട്ടായിരിക്കും, ചിലപ്പോൾ നല്ല ബുഷിയായിട്ട് നമുക്ക് ഒരുപാട് സ്റ്റെമ്മുകൾ നമുക്ക് കിട്ടാം. പക്ഷേ ഈ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ, വളരെ ഒരു കോമ്പാക്റ്റ് വെറൈറ്റി പോലെ തന്നെയുള്ള ഒരു പ്ലാന്റാണ്. ചെറുതിലേ മുതൽ നമുക്കൊരു 3-4 സ്റ്റെമ്മുകളൊക്കെ നമുക്ക് ഈ ഒരു പ്ലാന്റിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പ്ലാന്റ് നോക്കിയാൽ അറിയാം, കണ്ടോ, ഒരു 3 സ്റ്റെമ്മുകളോളം ഈ ഒരു പ്ലാന്റിലുണ്ട്. അതുപോലെ ഇതിൻ്റേതായ എല്ലാ ബുഷിനും 2 സ്പൈക്ക് വന്നിട്ടുണ്ട്. ഒരു സ്റ്റെമ്മ് നമ്മൾ ആദ്യം വന്നത് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ പൊക്കം കുറഞ്ഞിട്ട് അധികം മറ്റു പ്ലാന്റുകളെ പോലെ അധികം പൊക്കം വയ്ക്കാതെ എന്നാൽ നല്ല ബുഷിയായിട്ട് നമുക്ക് ഫ്ലവർ കിട്ടുന്നൊരു പ്ലാന്റാണ്. ചിലർക്ക് ഭയങ്കര പരാതിയുണ്ട്, പ്ലാന്റുകൾ ഇത്രയും വലുതായിട്ട് നമുക്ക് ഫ്ലവർ കിട്ടുന്നില്ല എന്നുള്ളത്. അതിലൊരു പ്ലാന്റാണിത്. ബഡ്ഡുകളൊക്കെ പുറത്തേക്ക് വന്നിട്ട് പോലും നമ്മൾക്ക് ഇതിൽ നിന്ന് ഫ്ലവർ നല്ല രീതിക്ക് നമുക്ക് ഫ്ലവർ ഇതുവരെ കിട്ടിയിട്ടില്ല. ഇങ്ങനെയുള്ളവർക്ക് കൊടുക്കാൻ പറ്റിയൊരു ടാബ്ലറ്റാണിത്. ആസ്പിരിൻ എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റാണ്. വെറും 5 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഒരു ഷീറ്റ് ഗുളിക നമുക്ക് ഇതുപോലെ കിട്ടും. മാസത്തിൽ 2 പ്രാവശ്യം ഈ ഒരു ഗുളിക ഒരു പ്ലാന്റിന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് ഇതിൽ ബഡ് വരാത്ത പ്ലാന്റുകൾക്കൊക്കെ ബഡ് വരും. എങ്ങനെയാണെന്ന് വെച്ചാൽ 3 ലിറ്റർ വെള്ളത്തിൽ ഒരു ഗുളിക എടുത്തിട്ട് നന്നായിട്ട് പൊടിച്ച് ചേർത്തിട്ട് അത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. മാസത്തിൽ 2 തവണ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് നമുക്ക് പ്ലാന്റിൽ നിന്ന് ഫ്ലവറുകൾ കിട്ടും. ചിലർക്ക് ആ ടാബ്ലറ്റൊക്കെ കൊടുക്കാനായിട്ട് ഭയങ്കര വിഷമം തോന്നിയിരിക്കും. അപ്പം നമുക്ക് അങ്ങനെയുള്ളവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഓർഗാനിക് വെള്ളമാണത്. ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. ആ ഒരു ഗ്ലാസ്സിൽ ഇത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കാപ്പിപ്പൊടിയാണത്. ഈ കാപ്പിപ്പൊടി 1 ടീസ്പൂണോളം എടുത്തിട്ട് ഈ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുക. അതുപോലെ വെളുത്തുള്ളി ചതച്ച് ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണത്. തലേ ദിവസം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമ്മൾ എന്നാണോ കൊടുക്കുന്നത് അന്നത്തെ ദിവസം ഈ കാപ്പിപ്പൊടി ഈ വെള്ളത്തിലിട്ട് വെച്ചത് രണ്ടും കൂടി മിക്സ് ചെയ്യാം. നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അരിച്ചെടുത്തിട്ട് നമുക്ക് പ്ലാന്റുകൾക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്ലവർ വരാത്ത പ്ലാന്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു ആഴ്ചയിൽ 2 തവണ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. പ്ലാന്റുകൾക്ക് ഫ്ലവറും ഗ്രോത്തും ഉണ്ടായിരിക്കും. ഓർക്കിഡ്സിൻ്റെ കെയറിങ്ങിനെ കുറിച്ച് അറിയാത്തവർ താഴെ കാണുന്ന നമ്മുടെ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്നെക്കൊണ്ടാവുന്ന വിധത്തിൽ എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ചാനൽ ഒന്ന് കണ്ടിഷ്ടപ്പെട്ടിട്ടുള്ളവർ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ.